കോട്ടയം പാലായിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയ നായയെ തേടി ഒടുവിൽ ഉടമയെത്തി. തിരിച്ചറിയൽ അടയാളങ്ങളെല്ലാം വ്യക്തമായതോടെ ചേർപ്പുങ്കൽ സ്വദേശി അരുണിന് പാലാ പോലീസ് ബീഗിൾ ഇനത്തിൽപ്പെട്ട നായയെ കൈമാറി. ഒടുവിൽ ബെല്ലയെ കൊണ്ടുപോകാൻ അരുണെത്തി. 4 ദിവസമായി പോലീസ് സ്റ്റേഷൻ സംരക്ഷിച്ചിരുന്ന നായയുടെ യഥാർത്ഥ ഉടമ എത്തിയതോടെ പാലായിലെ പോലീസുകാർക്കും ആശ്വാസം. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായയെക്കുറിച്ച് പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലെ അറിയിപ്പും മാധ്യമങ്ങളിൽ വാർത്തയും വന്നതിന് പിന്നാലെ 2 ഡസനിലേറെ ആളുകളാണ് നായയുടെ ഉടമസ്ഥത അവകാശപ്പെട്ട് പോലീസിനെ സമീപിച്ചത്. ഒടുവിൽ അവകാശവാദങ്ങളിലെ നിജസ്ഥിതി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ വച്ച് തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടി വന്നു പോലീസിന്. അങ്ങനെയാണ് ചേർപ്പുങ്കൽ സ്വദേശിയായ അരുണിന്റെ നായയാണ് ഇതെന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ഞങ്ങൾ കിട്ടുകൾ തന്നെ ഓർത്തിരുന്നു, കാരണം നമ്മുടെ കുറുക്കിൻ്റെയൊക്കെ ശല്യം വന്ന് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓർത്തിരുന്നത്. ഇന്നലെ വൈകിട്ട് രാത്രിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഇങ്ങനെ പരസ്യം കണ്ടത്. പരസ്യം ഉടനെ ഞങ്ങൾ വന്നു. നമുക്കിത് രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ വന്നു. ഓക്കെ, വളരെ സന്തോഷം. തൊട്ടയൽവക്കത്തെ മറ്റൊരു നായ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബീഗിൾ ഇനത്തിൽപ്പെട്ട ബെല്ലയെ കടിച്ചിരുന്നു. ഇതിന്റെ മുറിവടക്കമുള്ള കൃത്യമായ അടയാളങ്ങളാണ് അരുണിനെ വളർത്തുനായയെ തിരിച്ചു കിട്ടാൻ കാരണമായത്. എന്തെങ്കിലും കാരണത്താൽ നായ ഭയന്ന് വീട് വിട്ടതാകാം എന്നാണ് സംശയം. എന്തായാലും യഥാർത്ഥ ഉടമയ്ക്ക് തന്നെ നായയെ കൈമാറിയതിന്റെ സന്തോഷത്തിലാണ് പാലാ പോലീസ്. പാലാ ടൗണിൽ അലഞ്ഞുതിരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ബീഗിൾ ഇനത്തിൽപ്പെട്ട നായക്കുട്ടിക്ക് പാലാ സ്റ്റേഷനിലെ പോലീസുകാർ താൽക്കാലികമായി കുട്ടിമാളുവെന്ന പേര് നൽകിയിരുന്നു. വിപണിയിൽ നല്ല വിലയുള്ള ബീഗിൾ ഇനത്തിലുള്ള നായകൾ ബുദ്ധിയിലും സ്നേഹപ്രകടനങ്ങളിലും മുന്നിലാണ്. 2 ദിവസത്തിനുള്ളിൽ ഉടമസ്ഥർ എത്തിയില്ലെങ്കിൽ തെരുവിൽ നിന്ന് ലഭിച്ച നായയെ പോലീസിന്റെ ശ്വാന വിഭാഗത്തിലേക്ക് കൈമാറാനുള്ള നീക്കത്തിലായിരുന്നു പോലീസ്. കേരള വിഷൻ ന്യൂസ്, കോട്ടയം.